ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്ന് സൂര്യനും ശ്രവണേന്ദ്രിയങ്ങളിൽ നിന്ന് വായുവും ആവിർഭവിച്ചത് നാം കണ്ടു. ഇനി 55-ാം ശ്ലോകത്തിൽ സൃഷ്ടിയുടെ ക്രമത്തിൽ മറ്റ് പ്രധാന ദേവതകളും ജീവതത്വങ്ങളും എപ്രകാരം പ്രകടമായി എന്ന് സൂതൻ വിവരിക്കുന്നു. 55-ാം ശ്ലോകം ദേവതകളുടെയും ഇന്ദ്രിയങ്ങളുടെയും ഉദ്ഭവം. ഭഗവാന്റെ മറ്റ് അവയവങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ദിവ്യശക്തികളെക്കുറിച്ചാണ് ഈ ശ്ലോകം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ജിഹ്വായാച സമുദ്ബോധോ വരുണോ യാദസാംപതിഃ നാസികാഭ്യാം തഥാ വായുർ ഘ്രാണാദിദൈവതം മുനേ. പദാനുപദ അർത്ഥം: ജിഹ്വായാഹ നാവിൽ നിന്ന്, സമുദ്ഭൂതഃ ആവിർഭവിച്ചു, വരുണഃ വരുണദേവൻ, യാദസാംപതിഃ ജലജന്തുക്കളുടെയും ജലത്തിൻ്റെയും അധിപൻ, നാസികാഭ്യാം രണ്ടു നാസാരന്ധ്രങ്ങളിൽ മൂക്കിൽ നിന്ന്, തഥാ പ്രകാരം തന്നെ, വായുഹു വായു, ഘ്രാണാദിദൈവതം ഗന്ധം അറിയുന്ന ഇന്ദ്രിയത്തിൻ്റെ അതിദേവനായി. ഹേ മുനേ. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഭഗവാന്റെ നാവിൽ നിന്ന് ജലാധിപതിയായ വരുണൻ ഉദ്ഭവിച്ചു. അവിടുത്തെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് ഗന്ധമറിയുന്ന ഇന്ദ്രിയത്തിൻ്റെ അതിദേവനായി വായുവും പ്രകടമായി. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം നമ്മുടെ ഇന്ദ്രിയങ്ങളും പ്രകൃതി ശക്തികളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കാണിച്ചു തരുന്നു. നാവും ജലവും. ടേസ്റ്റ് ആൻഡ് വാട്ടർ. രസം അഥവാ രുചി അറിയണമെങ്കിൽ നാവിൽ ജലാംശം വേണം. അതുകൊണ്ടാണ് രസനേന്ദ്രിയത്തിൻ്റെ അധിപനായ വരുണൻ, ജലദേവൻ, ഭഗവാന്റെ നാവിൽ നിന്നുദ്ഭവിച്ചത്. ഘ്രാണവും വായുവും. സ്മെൽ ആൻഡ് എയർ. ഗന്ധത്തെ മൂക്കിലേക്ക് എത്തിക്കുന്നത് വായുവാണ്. പ്രാണവായുവും ഗന്ധവും തമ്മിലുള്ള ഈ ബന്ധമാണ് ഭഗവാന്റെ നാസികയിൽ നിന്നുള്ള വായുവിൻ്റെ ഉദ്ഭവം സൂചിപ്പിക്കുന്നത്. അതിദൈവത തത്വം. നമ്മുടെ ഓരോ ഇന്ദ്രിയത്തെയും നിയന്ത്രിക്കാൻ പ്രപഞ്ചത്തിൽ ഓരോ ദേവതകളുണ്ട്. നാം കാണുന്നതും കേൾക്കുന്നതും ശ്വസിക്കുന്നതുമെല്ലാം ആ പരമപുരുഷന്റെ വിവിധ ഭാവങ്ങളാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗുരുനാഥന്റെ ഉപദേശം: വത്സ, നീ ഓരോ തവണ ശ്വസിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഈശ്വരൻ്റെ ചൈതന്യമാണ് നിന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കുക. നിന്റെ ഇന്ദ്രിയങ്ങൾ നിനക്ക് സന്തോഷം തരാൻ മാത്രമുള്ളതല്ല, മറിച്ച് ഈശ്വരനെ സ്നേഹിക്കാനും അറിയാനുമുള്ള ഉപകരണങ്ങളാണെന്ന് തിരിച്ചറിയുക. വരുണനെ പോലെ നിന്റെ ഹൃദയം ശാന്തവും ശുദ്ധവുമായി സൂക്ഷിക്കുക. വിശ്വരൂപത്തിൻ്റെ സൃഷ്ടിവിസ്മയങ്ങൾ തുടരുന്നു. ഇനി 56-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ വിയർപ്പിൽ നിന്നും രോമകൂപങ്ങളിൽ നിന്നും എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.